അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു. യാ അബൂ ഹുറൈറ, നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് മലായിക്കത്ത് ദുആ ചെയ്യുന്ന ഒരു പ്രവൃത്തി പറഞ്ഞു തരട്ടെയോ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ആവേശത്തോടുകൂടെ മലായിക്കത്തിൻ്റെ ദുആ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ വിഷയമൊന്നുമല്ലല്ലോ, അല്ലാഹു തീർച്ചയായും അത് സ്വീകരിച്ചിരിക്കും. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആവേശത്തോടു കൂടെ കേൾക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബി എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. നോക്ക് ഒരു ഹദീസ്, അൽ മലായിക്കത്തു തുസല്ലി അലാ അഹ്ദിക്കും മാ ദാമ ഫീ മുസല്ലാഹു. മലായിക്കത്ത് ഒരാൾക്ക് നിത്യമായി ഇങ്ങനെ ദുആ ചെയ്യും ഒരു സമയത്ത്. ഏതാണ് ആ സമയം? ബാങ്ക് കേൾക്കലോടുകൂടെ അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയി. അവിടെ നിസ്കരിച്ച് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് ആ സ്ഥലത്ത് തന്നെ ഫർള് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി അയാളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അയാൾ അവിടെ കാത്തു നിൽക്കുന്നത് 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ എത്രയാണെങ്കിലും, അല്ലെങ്കിൽ കേവലം 1 മിനിറ്റെങ്കിലും അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, അത് ചെറിയ സമയമായിരിക്കാം, പക്ഷേ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പോരിശയാണ്. കാരണം വേറെ ഒരു കാര്യത്തിനു വേണ്ടി അയാൾ അവിടെ നിൽക്കുകയല്ല. അയാൾ വലിയ തിരക്കുള്ള ആളാണ്. ചിലപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ മാറ്റിവെച്ച് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നതായിരിക്കാം. ഇവിടെ ജമാഅത്തിന് വേണ്ടി അയാൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവിടെയുള്ള ഇബാദത്തുണ്ടല്ലോ, പള്ളിയിൽ വരിക എന്നുള്ളതും അവിടെ ഇത്തികാഫ് ഇരിക്കുക എന്നുള്ളതും സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത്, ഫർള് നിസ്കരിക്കുക എന്നുള്ളത്, ജമാഅത്തോടു കൂടെ നിസ്കരിക്കുക, അതിനൊക്കെ വേറെ വേറെ പ്രതിഫലമാണ്. അതല്ല വിഷയം. മുത്തുനബി പറഞ്ഞത് ആ സമയം അയാൾ നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നല്ലോ, അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് കിട്ടുന്ന പ്രതിഫലമാണ് മുത്തുനബി ഹദീസിൽ പഠിപ്പിക്കുന്നത്. മലായിക്കത്ത് അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ദ്വാരിക്കുകയാണ്. എന്താണ് ആ ദുആ? മുത്തുനബി അതും കൂടി പറയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്, എന്തൊരു പോരിശയാണ്, എന്തൊരു പ്രതിഫലമാണ്. മുത്തുനബിയല്ലേ പറയുന്നത്, അത് നാം വിശ്വസിക്കുന്നവരാണല്ലോ. മലായിക്കത്തിൻ്റെ വായിലൂടെ നമുക്ക് വേണ്ടി മലായിക്കത്തുകൾ ഇങ്ങനെ ദ്വാരിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹം. റബ്ബേ അവനിക്ക് പൊറുത്തു കൊടുക്കണേ, റബ്ബേ അവനിക്ക് മാഫ് നൽകണേ, റബ്ബേ അവനിക്ക് കാരുണ്യം നൽകണേ, അവനിക്ക് നീ റഹ്മത്ത് ചൊരിയണേ എന്ന് മലായിക്കങ്ങൾ അദ്ദേഹത്തിനേക്ക് ദുആ ചെയ്യുകയാണെന്ന് മുത്തുനബി പറയുന്നു. ആ പോരിശ കിട്ടണമെങ്കിൽ അവൻ ചെയ്യേണ്ട പ്രതിഫലം അത് ഏറെ ഇബാദത്തിനാണ്. പള്ളിയിലേക്ക് പോകുന്നതിനല്ല, പള്ളിയിലേക്ക് പോയി അവിടെ നിസ്കരിക്കുന്നതിനല്ല, ജമാഅത്തായി നിസ്കരിക്കുന്നത്, അതിനൊക്കെ വേറെ വേറെ വ്യത്യസ്തമായ പ്രതിഫലങ്ങളൊക്കെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തിനാണ് പ്രതിഫലം? അതേ, അയാൾ സുനസ്കാരങ്ങൾ കഴിഞ്ഞ് ഇനി ഫർള് നിസ്കാരത്തിന് കുറച്ച് സമയമുണ്ട്, അത് ആ സമയത്ത് അയാൾ അവിടെ പള്ളിയിൽ ഇരിക്കുന്ന സമയം അത് കുറച്ച് സമയമായിരിക്കാം. ആ സമയം കേവലം 1 മിനിറ്റെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് മലായിക്കത്ത് അവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നോക്ക്, എന്തൊരു പോരിശയുള്ള വിഷയമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിലൂടെ മുത്തുനബി എത്ര പ്രതിഫലമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ നാം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നവരാണ്. അങ്ങനെ ആയി പോകരുത്. നമ്മുടെ ജീവിതം വളരെ ഗൗരവത്തോടു കൂടെ കാണാം. അപ്പോൾ ഈ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഒന്ന് കുറച്ച് മുമ്പ് പള്ളിയിലേക്ക് എത്തിയാൽ നമുക്ക് കുറച്ച് സമയം അവിടെ ഒന്ന് കാത്തു നിൽക്കുകയാണെങ്കിൽ അതും ഒരു ഇബാദത്താണല്ലോ. അതിനുവേണ്ടി നാം തയ്യാറാകുന്നവരാകണം, ഓടിപ്പോകുന്നവരാകണം പള്ളിയിലേക്ക്. അങ്ങനെ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ നാം പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.